മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 8 സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 7-ാം വചനം പറയുന്നു, കരുണയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് കരുണ ലഭിക്കും. ഈ കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് കരുണ ലഭിച്ചതിൻ്റെ ലക്ഷണം ഓരോ ഉദാഹരണങ്ങൾ തന്നെ പറയാനും. ഇംഗ്ലണ്ടിൽ സ്ട്രീറ്റിൽ കൂടെ പരസ്യങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പത്രങ്ങളും മാഗസിൻസും ഒക്കെ വിറ്റ് നടന്നിരുന്ന ഒരു പയ്യൻ. അവന് വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല. അവന് വിശന്ന് വലഞ്ഞ് ഒരിക്കൽ ഒരു ബുക്ക് പോലും അവിടെ വിറ്റുപോയില്ല, ഒരു പൈസ പോലും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ അവന് വിശന്ന് വലഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തൊരു വീട്ടിൽ കയറി എന്തെങ്കിലും ഭക്ഷിക്കാൻ ചോദിക്കാമെന്ന് വിചാരിച്ചൊരു കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു സുന്ദരിയായ യുവതി ഇറങ്ങി വന്നു. പെട്ടെന്ന് ആ യുവതിയെ കണ്ടപ്പോൾ എന്താണ് വല്ല ഭക്ഷണം ചോദിക്കാനായിട്ട് അവൻ മടിയായി. അവൻ പറഞ്ഞു, എ ഗ്ലാസ് ഓഫ് വാട്ടർ. ആ സ്ത്രീ ഒന്ന് ചിരിച്ചോട്ട് ഇവനെ അടികൂടി നോക്കി. ഇവൻ പട്ടിണിയെന്ന് മനസ്സിലായി. അവൻ ഒരു ഗ്ലാസ് നിറച്ച് പാലുമായിട്ട് വന്ന് അവൻ ആ പാല് കുടിച്ചു. സന്തോഷത്തോടു കൂടി അവൻ നന്ദി പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിൽക്കാലത്ത് ഈ സ്ത്രീക്ക് വല്ലാത്ത കലശലായ രോഗം വന്ന് ആ സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുക. അങ്ങനെ അഡ്മിറ്റാക്കി അവിടെ നിന്ന് ഓപ്പറേഷൻസ് 1 by 1 ആയിട്ട് നടത്തേണ്ടി വന്നു, തുടർച്ചയായ ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞ് ഈ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വന്നു. അതിന് ഹോസ്പിറ്റൽ ബില്ലുമായിട്ട് വരുന്നുണ്ട്. ഈ ഭാരിച്ച ബില്ല് കൊടുക്കാനായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഈ ബില്ല് കണ്ട് നോക്കി പെട്ടെന്ന് അതിൻ്റെ എമൗണ്ട് കണ്ട് മഹാലസ്യപ്പെട്ടു. പക്ഷെ വീണ്ടും നോക്കിയപ്പോൾ ഫുള്ളി പെയ്ഡ് വിത്ത് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നെഴുതിയിട്ടുണ്ട്. അതായത് ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ബില്ല് മുഴുവൻ പേ ചെയ്തു. അതിന് 2 അർത്ഥമുണ്ട്. ഫുള്ളി പെയ്ഡ് വിത്ത് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. അന്ന് ആ തെണ്ടി വന്ന ചെറുക്കനാണ് ഡോക്ടർ ഷെല്ലി. പിന്നീട് പഠിച്ചുയർന്ന് ഇവർക്ക് വേണ്ടുന്ന ഇവിടെ കണ്ടപ്പോഴേ എന്ന് എനിക്കൊരു ഗ്ലാസ് പാല് തന്ന് എന്നെ സംതൃപ്തനാക്കിയ സ്ത്രീയാണ് എന്നുള്ളതുകൊണ്ട് സകല സംരക്ഷണവും കൊടുത്തു. അതിനാണ് പറയുന്നത് ഫുള്ളി പെയ്ഡ് വിത്ത് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആൾ. നമുക്ക് നോക്കണം, നമ്മൾ എവിടെ കരുണ കൊടുത്തോ നമുക്ക് തിരിച്ചു കിട്ടും. കൊട്ടയ്ക്കകത്ത് കുലുക്കി നിറച്ച് കർത്താവ് കുലുക്കി നിറച്ച് നമുക്ക് തിരിച്ചു തരും. എവിടെ ഏത് പ്രവൃത്തി ചെയ്താലും. പക്ഷെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വീണ്ടും വേണം നമുക്കൊരു മനസ്സ്. നമ്മൾ ഏത് കുരിശിൽ അകപ്പെട്ട് കിടക്കുമ്പോഴും ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ചെയ്യാനാകും. അതും അമേരിക്കയിലുള്ള ഒരു കാര്യം പറയാം. 2-ാം ലോക മഹായുദ്ധത്തിൽ പരിക്കേറ്റ ഒരാളെ കൊണ്ടുവന്നു, ഒരു സൈനികന്. അയാൾ ആർത്ത് നിലവിളിക്കുകയാണ് ഒരു മുറിയിൽ. അപ്പോൾ തൊട്ടപ്പുറത്തെ ബെഡിലുണ്ടായിരുന്ന വേറൊരാളും, ഒരു സൈനികൻ, അയാൾ സുവിശേഷ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കുക. എന്നിട്ട് നീ എന്തിനാ കരയുന്നത്, സ്വർഗത്തിലെ പൗരത്വം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ വിശദീകരിക്കുക, ഇതാ ഇവിടെ ഗ്ലൈഡറുകൾ പറക്കുന്ന കണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു. അതിൻ്റെ അടിയിൽ ഈ കാണുന്ന പുഷ്പങ്ങളെല്ലാം, ആ തോട്ടത്തിലെ പുഷ്പങ്ങൾ, ഇയാളെല്ലാ പുഷ്പങ്ങളും എല്ലാം വിവരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രയെല്ലാം മനോഹരമായി ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവൻ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നീ നിൻ്റെ വേദനയൊക്കെ മറന്നു കളഞ്ഞുകൂടെ എന്ന് ചോദിച്ച് ഇയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ. അങ്ങനെ ആ രാത്രി കടന്നുപോയി. പിറ്റേ ദിവസം അയാൾക്ക് വേദനയ്ക്ക് ശമനം വന്നു. അയാൾ ചോദിച്ചു, ഈ അടുത്ത് കിടന്നിരുന്ന ആളെത്തി, അയാൾ കഴിഞ്ഞ രാത്രി മരിച്ചുപോയി. അയാൾ മരിച്ചുപോയി. അയാൾ എത്ര സുന്ദരമായിട്ടാണ് ബൈബിൾ വചനവും പറഞ്ഞ് ഈ ലില്ലി പുഷ്പങ്ങളെക്കുറിച്ചും താഴെ നടക്കുന്ന ഈ സംഭവങ്ങളെക്കുറിച്ചും എല്ലാം എൻ്റെ മനസ്സിനെ നന്നായിട്ട് ആഹ്ലാദിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്. അതിന് ഗ്രനേഡ് പൊട്ടി അയാളുടെ 2 കണ്ണും കാഴ്ചയില്ലായിരുന്നല്ലോ. അപ്പോഴാണ് അറിയുന്നത്, അതായത് അത്രയും അന്ധരായിരുന്ന നിമിഷങ്ങളിൽ പോലും നമുക്ക് ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റും. ആ നന്മ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പാപമാണെന്ന് നോക്കുക. ഇനി നമുക്ക് ഏത് പട്ടാള മനസ്സിലും പോലീസ് മനസ്സിലും ഡോക്ടർമാരുടെ മനസ്സിലും ഒക്കെ
വളരെ നല്ല ഹൃദയമുള്ളവരാണ് ഭൂരിപക്ഷം ആളുകൾ. പക്ഷേ സാധാരണ മനുഷ്യരിൽ ഇതെങ്ങനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം എന്നുള്ള അറിവില്ല. ആ അറിവില്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കാൻ ഒക്കുന്നില്ല. അതായത് പിന്നെയും നന്മ ചെയ്യണമെന്ന് ഇച്ഛിച്ച് ചെയ്യുന്നതെല്ലാം തിന്മയായി ഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ഒന്നുകിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ലിഫ്റ്റിങ്ങിൻ്റെ തകരാറുകൊണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ തകരാറുകൊണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അറ്റൻഡേഴ്സിൻ്റെ വിഘടിത ഭാവമുണ്ട്. ഇനി അതുമല്ലെങ്കിൽ കരുണയില്ലാത്ത ചുരുക്കം ചില ഡോക്ടറുടെ അവഗണനകളും. ഇതാണ് മരണത്തിന് കാരണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരം കിട്ടിയെന്ന്. 3000-ൽ പരം കേസ് സ്റ്റഡി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയ സംഭവങ്ങളാണ്. അതിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്തമായ രൂപങ്ങൾ 80% ഡെത്ത് നമുക്ക് ഒഴിവാക്കാറുണ്ട്. തളർന്നു കിടക്കുന്ന എല്ലാവരുടെയും വീടുകളെ സന്ദർശിക്കും. അവരെങ്ങനെയാണ് തളർന്നതെന്ന് ആ ഹിസ്റ്ററി ചോദിച്ചു വരുമ്പോൾ തളർത്തിയിട്ടതാണ്, വാരിക്കൊല്ലിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്പൈൻ ബോർഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പലക ഉപയോഗിക്കണം. അങ്ങനെ ഓരോ തരത്തിലുള്ള ലിഫ്റ്റിങ്ങും ഞാൻ പറഞ്ഞു വന്നിരുന്നു. ഇല്ല, അല്ലെങ്കിൽ ഫയർമാൻസ് ലിഫ്റ്റ് എന്ന് പറയാം. ഫയർമാൻസ് ലിഫ്റ്റ് 2 പേര് അപ്പുറം ഇപ്പുറയും നിന്ന് ശരീരത്തിൻ്റെ അടിയിലൂടെ കൈകൾ കടത്തി ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ റിസ്റ്റിന്മേൽ മുറുകെ പിടിക്കുകയാണ്. ഈ ബോഡിയുടെ അകത്തൂടെ കിടക്കും. ഇങ്ങനെ പിടിച്ച് 2-4 പേര് ഇവിടെ നിൽക്കുമ്പോൾ പെടലിക്ക് പരിക്കേറ്റ് കഴിക്കാൻ തലയിലും മുതുകത്തും ആയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരാൾ, കാല് 2 കൂടെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരാൾ. അങ്ങനെ 6 പേര് കൂടിയിട്ട് ഏത് പരിക്കേറ്റ ഒരാളെയും ലിഫ്റ്റ് ചെയ്യാം, ആശുപത്രിയിലേക്ക് പോകാം. ഈ സ്പൈൻ ബോർഡോ സ്ട്രെച്ചറോ ഒന്നും ഇല്ലാത്തപ്പോഴാണ്. ഇതിന് ഫയർമാൻസ് ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഫയർമാൻസ് ലിഫ്റ്റും അല്ലെങ്കിൽ പലകയിലുള്ള ലിഫ്റ്റും സുരക്ഷിതം ആണ് എന്ന് ഓർക്കുക. ഇനി അതും അല്ലാത്ത ഒരു ലിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതൊരു സിംഗിൾ പേഴ്സൺ മാത്രമുള്ളപ്പോൾ പാടത്തൊക്കെ തെങ്ങയെന്നോ വല്ലതും വീണതാണെങ്കിൽ, ഞാനിപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ എൻ്റെ ഭാര്യ ഇപ്പോൾ വരും. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് അപ്പോൾ വീണ് കിടക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ബേസിക് ലൈഫ് സപ്പോർട്ട് ഒന്ന് പറയുക. പലപ്പോഴും അപകടങ്ങളിൽ വീണു, സ്കൂട്ടറിൽ പോകുന്ന ആളാണ്. അയാൾ ആഞ്ഞ് വീഴുമ്പോൾ ഒരു മണലേലോട്ടാണ് പോയെങ്കിൽ വായിക്കകത്ത് മുഴുവൻ മണൽ കയറും. അപ്പോൾ വായ ചരിച്ച് വെച്ചിട്ട് ഇങ്ങനെ 2 വശത്തും വെച്ച് 2 വിരലിട്ട് അകത്ത് നിന്ന് ഇത് മുഴുവൻ മാറ്റിക്കളയുക, വൃത്തികേടുകൾ മുഴുവൻ. ചിലപ്പം നദിയിലൊക്കെ മുങ്ങിപ്പോയവരുടെയാണ് പായലെല്ലാം ഇത് കാണും. ഇതെല്ലാം നീക്കം ചെയ്യണം. അതായത് കണ്ടില്ല, 2 വിരൽ വെച്ച് നീക്കി 2 വിരൽ കൊണ്ട് അകത്തിട്ട് നീക്കിക്കളയുക. ഇതെല്ലാം നീക്കിക്കളഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ചെയ്യുന്ന ഒന്നുണ്ട്, CPR ആണ് ഞാനിവിടെ പറയുന്നത്. കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, തിരിച്ചു കൊണ്ടുവരല്ല. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായത്, പൾമണറി എന്ന് പറഞ്ഞാൽ ലങ്സ് സംബന്ധമായത്, അതിനെ തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇയാൾ ബോധം കെട്ട് വീണ് കിടക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ നമുക്ക് പള്ളിയിലും ഒക്കെ ആണെങ്കിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഒരാൾ ബോധം കെട്ട് വീഴാം. അപ്പോഴെല്ലാം മിക്കവാറും ഓക്സിജൻ്റെ അളവ് തലച്ചോറിൽ കുറവ് വന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളെ ഒരിക്കലും ലിഫ്റ്റ് ചെയ്യരുത്, പൊക്കരുത്. ആ പ്രതലം ചീത്തയാണെങ്കിൽ നല്ല പ്രതലത്തേക്ക് കാറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ഈ പറയുന്ന തീരെ ലിഫ്റ്റ് ചെയ്തത്. ആ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇയാൾക്ക് എയർ കിട്ടത്തക്ക രീതിയിൽ വെക്കുക, കാലുകൾ ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ സ്വതസിദ്ധമായിട്ട് ഇയാൾക്ക് ശ്വാസം എല്ലാം വീണ്ടും കിട്ടി നോർമലായി വരും. ഇനി അതുമല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ആയിരിക്കാം. ആ രോഗിയുടെ ഏകദേശം നോക്കിയാൽ നമുക്കറിയാം, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പാകപ്പെടാൻ വരത്തില്ല. അതിൻ്റെ അകത്ത് ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ ഞാൻ എപ്പോഴും ചോക്ലേറ്റ് കരുതാറുണ്ട്. പ്രായമായവരൊക്കെ പള്ളിയിൽ വീഴുമ്പോൾ ഈ തുരുത്തിപ്പള്ളി സെയിൻറ്റ് ജോർജ് ചർച്ചിൽ തന്നെ എത്ര പേർക്ക് ശുശ്രൂഷ കൊടുക്കാൻ എന്നെ ദൈവം അനുവദിച്ചു. ചോക്ലേറ്റ് ഇടിച്ച് പൊടിച്ച് വയലിട്ടിട്ട് കൊടുക്കുക, പൊടിച്ചത് അത് പൊടിച്ച് വയലിട്ടിട്ട് കൊടുക്കുക, അവരെഴുന്നേറ്റ് വരും. അതുപോലെ തന്നെ ഈ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വീഴുന്നവർക്ക്
അതേ തലത്തിൽ തന്നെ കടത്തി കാറ്റ് പോകുന്നത്. ഞങ്ങളുടെ വികാരിയച്ഛനായിരുന്ന ജോസ് മർത്തിക്കുന്നേലച്ഛൻ കുർബാന എല്ലിക്കൊണ്ടിരുന്നപ്പോൾ വീണു ഓടെ കിട്ടി. അപ്പോൾ ഞാൻ ഓടിച്ചെന്നു, ആളുകൾ വേണ്ടി വന്നു. അപ്പോൾ ഓടിച്ചെല്ലുമ്പോൾ ഒരു തങ്കമ്മ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, നെഞ്ചത്തിടിക്കാൻ. സിനിമയിലൊക്കെ കാണും കയറ്റി നെഞ്ചത്തിടിക്കുക. തീരെ തെറ്റായ ഒരു നടപടിയാണ് നെഞ്ചത്തിടിക്കുന്ന കാര്യം. ഈ അച്ഛനെ പരിശോധിച്ചതിൽ പൾസ് ഉണ്ടോ ഇല്ലയോ, ശ്വാസമുണ്ടോ എന്ന് ഞാൻ നോക്കിയത്. ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ ഇത് പൊങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല്ല മൂക്കിൻ്റെ അടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൈ വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇത് മന്ദഗതിയിലാണെങ്കിൽ പോലും ഈ പൾസ് പിടിച്ചു നോക്കാം. ഈ വിരലിൻ്റെ ഇവിടെ ഒരു എല്ലുണ്ട്, അതിൻ്റെ ഇവിടെ 3 വിരൽ വെച്ച് അമർത്തിയാൽ പൾസ് കിട്ടും നമുക്ക്. ഈ പൾസ് ഒരുമാതിരി നോർമലായിട്ട് ഉണ്ട്, പക്ഷെ ഇച്ചിരി വീക്കായിട്ടാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ ആക്ച്വലി കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൃത്യം പോയിൻറ്റ്സ് ഉണ്ട്. 2 കൈകളും 2 കാലുകളും മരവിച്ചു പോയിരുന്നു. അപ്പം ഞാനവിടെ 4 ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു, കൈയും കാലും തീരുമാനമായിട്ട് ചൂട് പിടിക്കുക. കാരണം അവിടെ നിന്നാണ് ആർട്ടറി കൊണ്ടുവന്ന് ശുദ്ധരക്തം കൊടുത്തിട്ട് വെയിൻ അത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ബ്ലഡ് സർക്കുലേഷൻ പൂർത്തീകരിക്കുന്നത് അവിടെ നിന്നാണ്. മിക്കവാറും ഇടി പറ്റുമ്പോഴൊക്കെ കണിശമായിട്ട് ഈ പ്രവൃത്തി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ റിക്കവർ ചെയ്യത്തില്ല. അപ്പോൾ അവിടെ 4 പേര് തിരുമ്മിക്കൊടുത്തു. കൃത്യമായിട്ട് എനിക്കറിയാം പൾസ് ഉള്ളത് കൊണ്ട് ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്ങും CPR ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് കൃത്യമായിട്ടറിയാം. കുറച്ച് കഴിഞ്ഞ് അച്ഛന് വെള്ളം കുടിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. പക്ഷെ വെള്ളം കുടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇപ്പം ഇത് പറഞ്ഞെങ്കിലും ഒരു ആക്സിഡൻറ്റ് വിക്ടിമിന് സീരിയസ് പരിക്കേറ്റ ഒരാൾക്ക് വെള്ളം ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല. കാരണം ഒരു അടിയന്തര സർജറി നടത്തുന്നുണ്ടെങ്കിൽ ആ വെള്ളം കൊടുത്താൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. സത്യപ്പെടുത്തിയ കർത്താവ് ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാനിതെൻ്റെ ഓർമ്മ 74 വയസ്സിലെൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് എനിക്ക് പറയുമ്പോൾ പലതും വിട്ടുപോകാൻ ഇടയുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പലതും വിട്ടുപോകാം. പക്ഷേ ദൈവാത്മാവിൻ്റെ പ്രചോദനമാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഇന്നത് പറയുക എന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ തന്നെ പറയുന്നതല്ല. അതായത് ആത്മാവിൻ്റെ പ്രചോദനം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനിയും ഹൃദയം നിന്നുപോയി എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ നിന്നു പോകുന്ന സ്ഥലത്ത് CPR കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് കൃത്യം സ്പോട്ട് കാണിക്കുകയാണ്. ഇത് സ്റ്റെർണമാണ്. ഈ സ്റ്റെർണത്തിൻ്റെ നടുഭാഗത്ത് പ്രസ് ചെയ്ത് താത്തണം. സ്റ്റെർണത്തിൻ്റെ നടുഭാഗം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ നിപ്പിള് പലരുടെയും മാറിപ്പോകും പൊസിഷൻ. എന്നാലും സ്റ്റെർണത്തിൻ്റെ ഏറ്റവും മുന്തി നിൽക്കുന്ന ഈ ഭാഗത്ത് കൈയുടെ ഈ ഭാഗം വരണം. അങ്ങനെ വരുമ്പോൾ നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് 2 കൈകളും ഇങ്ങനെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഇത് ആഞ്ഞ് അമർത്തുക. കണ്ടല്ലോ, ഇങ്ങനെ അമർത്തുമ്പോൾ നോക്കേണ്ടുന്ന ഒരു കാര്യം, എന്നെപ്പോലെ തൊറാസിക് റീജിയൻ ഇച്ചിരി വ്യാസം കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് മിക്കവാറും ഒരു 2.25-2.5 ഇഞ്ച് അമർത്തേണ്ടി വരും. ഞാൻ എന്നെയാണ്. അതായത് ഈ സ്റ്റെർണം നട്ടലിൻ്റെയും വെർട്ടിബ്രൽ കോളത്തിൻ്റെയും ഇടയിൽ കിടന്ന് ഹൃദയം ഞെങ്ങുക എന്നുള്ളതാണ് കാർഡിയാക് മാസേജ്. ആ കാർഡിയാക് മാസേജ് കൊടുക്കുമ്പോൾ കൊച്ചു കുട്ടിയിലാണെങ്കിൽ 1/2 ഇഞ്ചൊക്കെ താത്താവുള്ളൂ. അതിൽ കൂടുതലായാൽ തകരാറ് വരും. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് ആത്മാവ് നിങ്ങൾക്ക് ആ പ്രചോദനം തരും. അതായത് എൻ്റെ അനുഭവത്തിൽ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഞാൻ കർത്താവിനെ വിളിക്കും. അതാണ് ഇസ്യ 30:21. When we wander off the road to the left or right, we will hear his voice from behind. This is the way. Pass through. ഇതാണ് വഴിയെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റത്തില്ല, ശരിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ആത്മാവിൻ്റെ പ്രചോദനമുണ്ടെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെന്ന് ശങ്കിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമുണ്ട്, ഇതാണ് വഴി എന്ന് പറയുന്നത്. യെശയ്യാ 30:21. അപ്പോൾ ഇതാണ് വഴി എന്ന് പറയുമ്പോൾ ഈ പഠിപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ച് നിന്ന് വളരെ കൃത്യമായിട്ട് ചെയ്യണം. പൾസ് ഇല്ല എന്ന് കണ്ടാൽ ആദ്യമേ ചെയ്യേണ്ടത് കാർഡിയാക് മാസേജ് ഒരു 8 പ്രാവശ്യം.
പെട്ടെന്ന് ഞാൻ ചെയ്ത് കണ്ടു. പിന്നീട് വന്നിട്ട് ചിൽ ലിഫ്റ്റ് ചെയ്യും. ഇതാണ് ചിൽ ലിഫ്റ്റ്. അതായത് നമ്മുടെ ട്രക്കിയ നേരെയാക്കുകയാണ്. ഊതിക്കഴിഞ്ഞാൽ വായു നേരെ കയറി ലങ്സിലേക്ക് നിറയണം. അങ്ങനെ ഇതാക്കുമ്പോൾ എപ്പോഴും ഓർത്തു, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പലവിധ രോഗങ്ങളും ഇങ്ങോട്ട് പകരാം. അപ്പം അങ്ങനെ പലവിധ രോഗങ്ങളും പകരുന്നത് കൊണ്ട് ഒരു തുവാല തുടച്ചിട്ട് അത് ഈ വായുടെ മീതെ ഇങ്ങനെ ഇടുക. ആ തുള ഒരു പേനയോ കമ്പോ വെച്ചിട്ട് തുടയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട്, അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് കണ്ടാൽ ആ തുള ഇട്ടില്ല, തുവാല ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പകരുന്നത് അയാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ ആ രോഗമായിരിക്കും. അതായത് ഒരു ലൈംഗിക രോഗം, ഹെപ്പറ്റൈറ്റിസ് ബി. ആ ലൈംഗിക രോഗം വളരെ പെട്ടെന്ന് തുപ്പലിലും എല്ലാം പിടിച്ചിരിക്കുക. എല്ലാ ബോഡി ഫ്ലൂയിഡ്സിലും അതിൻ്റെ വൈറസ് ഉണ്ട്. പിന്നെ ക്ഷയം, ഹെർപ്പിസ് സിംപ്ലക്സ് 2 ഇങ്ങനെ തുടങ്ങിയ പല രോഗങ്ങളും ഈ തുപ്പലിലൂടെ പകരുമെന്നുള്ളതുകൊണ്ട് തുവാലയിൽ തുളയിട്ടിട്ട് വായയുടെ ഭാഗത്ത് ആ തുള വരുത്തക്കണ്ണം ഇട്ടു. എന്നിട്ട് വീണ്ടും തുവാല ഞാൻ മാറ്റിക്കളയാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ചിൻ ലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ചിൻ ലിഫ്റ്റ് ചെയ്തിട്ട് 2 കൈകൾ കൊണ്ട് വായ തുറന്നു, മൂക്ക് അടച്ചു വെച്ചു. എന്നിട്ട് എൻ്റെ വായ ഇതിൻ്റെ വായയുടെ മുഴുവൻ കവർ ചെയ്ത് വെച്ചിട്ട് ഫൂന്ന് ഊതിക്കിടക്കണം. ഇപ്പം ഇത് പഴയതായതുകൊണ്ട് ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെ വാങ്ങിച്ചതാണ്. പഴയതായതുകൊണ്ട് ഇതിൻ്റെ ഈ ട്രക്കിയയുടെ ഭാഗം വിട്ടു കിടക്കുന്നതുകൊണ്ട് ഇവിടെ കാറ്റ് വരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ മറ്റേ ഊതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ പൊങ്ങി വരുന്നത് കാണാം. 2 പ്രാവശ്യം ഊതി കൊടുക്കുക. അപ്പം നമ്മളുടെ ഊതുന്നതിൽ നിന്നുള്ള വായുവിലെ ഓക്സിജൻ ഈ ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് കയറും. പിന്നെയും ഒരു 30 പ്രാവശ്യം കാർഡിയാക് മസാജ് ചെയ്യുന്ന ഭാഗം ഞാൻ പറഞ്ഞു. ഈ ഭാഗം സ്റ്റേർണത്തിൻ്റെ നടുഭാഗത്ത് വരിക, വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. 30 പ്രാവശ്യം ചെയ്തു. വീണ്ടും 2 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നു. എത്ര വരെയാണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് സ്വതസിദ്ധമായിട്ട് ശ്വാസം വീണ്ടും കിട്ടുന്നത് വരെ. വെള്ളത്തിൽ പോയതാണെങ്കിൽ ഒരു കുട്ടിയെ എടുത്തോണ്ട് വരുന്നത് വയറ് തോളത്തിട്ട് കീഴ്പോട്ടാക്കി ഇട്ടുകൊണ്ട് ഓടി വരണം. ആ സമയത്തുള്ള കുലുക്കം കൊണ്ട് ഇതിൻ്റെ വയറിലുള്ള വെള്ളം മുഴുവൻ വെളിച്ചാവും. അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ ഉടനെ കമത്തിയിട്ടിട്ട് ഈ ഭാഗത്ത് ചന്തിയുടെ മുകളിലായിട്ട് ഞെക്കി കൊടുത്താൽ പൈപ്പിൽ നിന്ന് വെള്ളം പോകും. തല ചരിച്ചു കൊടുക്കണം. പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നത് പോലെ വെള്ളം വയലിൽ നിന്ന് പോയി കിട്ടും. എന്നിട്ട് മാത്രമേ നമുക്കിത് ചെയ്താൽ സംഭവം നടന്നു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് CPR കൊടുക്കാൻ പഠിച്ചു. CPR കൊടുക്കുന്നതിന് പകരം കയറി നെഞ്ചത്ത് ഇടിക്കരുത്. പിന്നെ ചെറുതായിട്ട് പൾസ് ഉള്ളപ്പോൾ ഫിബ്രിലേഷൻ എന്ന് പറയും. അതിൽ ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം കയറി ഇത് ചെയ്യാൻ പറ്റില്ല. ഹൃദയം നിന്ന് കഴിഞ്ഞാലാണ് CPR പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ഫെഡറർ, ക്രിസ്റ്റ്യനൊക്കെ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് അത്ഭുതം കൂടിയിട്ടുണ്ട് പലപ്പോഴും. അത് കൊടുക്കാനായിട്ട് പലരുടെയും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ, അതോ ആ സമയത്ത് അവർ ചെയ്യാതിരുന്നത് കൊണ്ടാണോ, ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി ആണോ എന്നും സന്ദേഹിച്ചു പോകും. പക്ഷേ നമുക്ക് പലപ്പോഴും അതിന് ബുദ്ധിമുട്ട് തോന്നും. പലയിടത്തു നിന്നും അപകട സ്ഥലത്തു നിന്ന് ആളുകളെ എടുത്തോണ്ട് വരുന്നത് കാണുമ്പോഴും ഇതെന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളിത് പഠിച്ചുകൊണ്ട് നടന്നിട്ടാണ്. ഇത് സാധ്യമല്ലാതെ വരുന്നത് ഈ തെറ്റായ പ്രവർത്തനങ്ങളെല്ലാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോഴും ഹോസ്പിറ്റലുകാർ ഈ സുപ്രീം കോടതിൻ്റെ റൂളിങ്സ് ശരിയായി പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് സന്ദേഹമുണ്ട്. അതില്ല എന്നാണ് കാണുന്നത്. എന്തെങ്കിലും വന്നാൽ കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ്. അപ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറമെ ഈ ചിൽ ലിഫ്റ്റിന് വേറൊരു പ്രാധാന്യമുണ്ട്. 1997 ഞങ്ങൾ കാക്കനാട് താമസിക്കുമ്പോൾ അമ്മയ്ക്കൊരു ഫുഡ് അലർജി വന്നു. അമ്മ ഞങ്ങളുടെ കൂടെയാണ് 25 വർഷമായിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്കൊരു ഫുഡ് അലർജി വന്നിട്ട് അമ്മയുടെ നാക്ക് മുഴുവനും കൂടെ വലുതായി അത് ഇറങ്ങിപ്പോയി. അപ്പോൾ അമ്മയെ കാറിൽ കയറ്റി കൊണ്ടുപോവുക ലൈഫ് സേവിങ് ആക്ടിവിറ്റിയിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉടനെ ആംബുലൻസ് വരുത്തി അമ്മയുടെ കൂട്ടത്തിൽ കയറിയിരുന്നു. അപ്പോഴത്തേന് ഞാൻ അന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്.
കൊച്ചിയിലെ ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷൻ 4.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ നിർദ്ദേശം കൂടാതെ ആംബുലൻസിന് മുമ്പേ എൻ്റെ വണ്ടി സൈറന് വിട്ടുപോയി. അപ്പോൾ ഇയാൾ ഇത്രയും വേഗം വായിക്കുകയാണ്. അമ്മ ഈ സ്ട്രെച്ചറിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിരിയുക. അതിനിടയ്ക്ക് നോർമൽ ശ്വാസം കിട്ടാനായിട്ട് മുട്ടുകുത്തി നിന്ന് ഈ ചിൽ ലിഫ്റ്റ് ചെയ്തിരിക്കുക. ഈ ചിൽ ലിഫ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മ മരിച്ചു പോകും, ഹോസ്പിറ്റലിൽ എത്തുകയില്ല. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ മോനെ നീ അവിടെ വണ്ടി നിർത്ത്, പയ്യെ ഓടിച്ചാൽ മതി, അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നത് ഇനി ചില പ്രവൃത്തികൾ മുട്ടുകുത്തി നീ ചെയ്യുകയാണ്, അപ്പോൾ അതുകൊണ്ട് നിർത്താൻ പറഞ്ഞു. അവനത് കേൾക്കുന്നില്ല. കാരണം മുമ്പേ എൻ്റെ പോലീസ് വണ്ടിയാണ്. ദൈവത്തെ വിളിച്ച് പാലാരോട്ട് തുറന്നപ്പോൾ റെഡ് സിഗ്നൽ വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞ് നമ്മളെ തിരിഞ്ഞു നോക്കാം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നോക്കാം, നീ ഈ സ്പീഡിൽ വിട്ടാൽ അമ്മയെ ജീവനോടെ അവിടെ എത്തിക്കാൻ ഒക്കില്ല. എപ്പോഴും എല്ലാവരും ഓർത്തോളം നാക്കിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിൽ ലിഫ്റ്റ് ചെയ്ത് മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായിട്ട് നമ്മളെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സഹായമില്ലാതെ പറ്റത്തില്ല. ഈ അറിവും എല്ലാം അതിൻ്റെ അകത്ത് വേണം. ഇനി ഞാൻ ചില അന്നമേ ഇതൊന്ന് ചോക്കിങ്, ഭക്ഷണം വിൽക്കി, എങ്ങനെയാണ് ഭക്ഷണം വിൽക്കിയാൽ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നത് എന്നുള്ള എൻ്റെ ഭാര്യയെ വിളിച്ച് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അത് ഭക്ഷണം വിൽക്കിയ ആളിൻ്റെ ചന്തിക്കടിയിലേക്ക് എൻ്റെ മുട്ട് ഇട്ടു. മുട്ടിട്ടിട്ട് കൈയുടെ ഈ ഭാഗം പുക്കിളിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നു. എന്നിട്ട് മറ്റേ കൈ അതിൻ്റെ മീതെ കൊണ്ടുവന്നിട്ട് കാല് തൊടയിലാണ് എൻ്റെ ഭാര്യയുടെ ചതിയിരിക്കുന്നത്. അവിടെ നിന്ന് ആഞ്ഞ് ഞാൻ പ്രസ് ചെയ്യണം. ഒരൊറ്റ പ്രസ്സിങ് കൊടുത്താൽ ഈ ലങ്സിലുള്ള വായു മുഴുവനും ഇവിടെ തള്ളി ഈ ചോക്കിങ് തടഞ്ഞിരിക്കുന്ന അലുവ കഷ്ണോ ഇറച്ചി കഷ്ണോ പ്ലക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ഇത് നോക്കണം. പയ്യെ തള്ളിക്കൊണ്ടിരുന്നാൽ ഈ ലങ്സിലുള്ള വായു മുഴുവൻ ഈ ഇറച്ചി കഷ്ണത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടു അവസാനം നടക്കത്തില്ല. രണ്ടും കൽപ്പിച്ച് ചെയ്തോളും. ഇത് വളരെ കൃത്യമായിട്ട് രണ്ടും കൽപ്പിക്കും. കാരണം ചോക്കിങ്ങിന് ഭക്ഷണം വിൽക്കിയാൽ അത് വലിയ കഷ്ണങ്ങളൊക്കെ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന വാൽവ് അടച്ചു കളഞ്ഞാൽ പെട്ടെന്ന് അത് വെളിയിച്ചടിക്കാൻ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അതാണ് ഈ കാണിച്ചത്. പുക്കിളിൻ്റെ അവിടെ ഈ കൈ ഇവിടെ ഉയർത്തിയിട്ട് ഈ ഭാഗം വെച്ചിട്ട് ആഞ്ഞ അടിയിലേക്ക് നിൽക്കുക. വേറെ ഒന്നും സംഭവിക്കും എന്ന് കരുതിയാലും കുഴപ്പമില്ല. ഇത് വെളിയിച്ചാടി പോവുക എന്നുള്ളതാണ്. ഒരു SP ആലപ്പുഴ മരിച്ചു, ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർ മരിച്ചു. ഇനിയും മറ്റൊരു കാര്യം ചെയ്യണം. ഈ കൈപ്പത്തി മുറിഞ്ഞു പോയി എന്ന് കരുതുക. അതായത് കൈയുടെ ഇവിടേക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നുള്ള കാര്യത്തിൽ എപ്പോഴും കെട്ടിടുന്നത് ഈ കൈപ്പത്തി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആ മുറിഞ്ഞു പോയ ഭാഗത്ത് കുറച്ച് തുണി വെച്ച് പൊക്കുക. എന്നിട്ട് ഈ കൈ ഉയർത്തി വെക്കുക. ഈ കൈ ഉയർത്തി വെച്ചിട്ട് പിടിച്ചു. വേറൊരാൾ പിടിക്കണം, രണ്ടാളില്ലാതെ അത് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് പിരിച്ചു കെട്ടി പേന ഉള്ളിൽ വെച്ച് ഒരു കെട്ട് കെട്ടാം. അത് കേട്ട പേന ഉള്ളിൽ വെച്ച് കെട്ടി. അതായത് അത്രേ അത് മുറുകാവുള്ളൂ. എന്നിട്ട് ഈ പേന വലിച്ചൂരി കളഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡിലെ ആദ്യത്തെ പരിപാടി. കൈപ്പത്തി മുറിഞ്ഞു പോയാളോ ഗുരുതരമായ പരിക്കേറ്റ ആളുടെയോ ഇവിടെ കെട്ടിയാൽ ബ്ലീഡിങ് നിൽക്കത്തില്ല. കാരണം റേഡിയസ് ഓഫ് അൾന എന്ന് പറയുന്ന 2 എല്ലുകളുടെ ഇടയ്ക്കൂടെ ഈ ആർട്ടറി വെയിനും കടന്നു പോകുന്നു. അതുകൊണ്ട് ബ്ലീഡിങ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇടണം എന്ന് മനസ്സിലാക്കിയിരിക്കണം. കൃത്യമാണ്, അല്ലെങ്കിൽ ആൾ രക്ഷപ്പെടില്ല. പിന്നെ ഇങ്ങനെ കൊടുത്തിട്ട് വേറൊരാളുടെ സഹായത്തോടു കൂടി കൈപ്പത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറയണം. ഈ കൈപ്പത്തി കൊണ്ടുപോകുന്നത് ഒരു ഐസ് ബോക്സിൽ മുറിവേറ്റ ഭാഗം ഐസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു പോളിത്തീൻ കവറിൽ ഇതിട്ടിട്ട് അത് ഈ കൈയുടെ ഭാഗം ഐസ് ബോക്സിലെടുത്ത് വെക്കുക. എന്നിട്ട് ഐസ് ബോക്സ് അടച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം, ശുദ്ധജലത്തിൽ കഴുകി കൊണ്ടുപോയി
ഞാൻ പോകുന്നത് ഇതിൻ്റെ സർജറിയുള്ള ആശുപത്രിയിലേക്കാണ്. അപ്പം ഇന്ന ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ മറ്റേ ആൾ കൈപ്പത്തിയുമായിട്ട് അവിടെ എത്തിയിരിക്കണം, അത് ക്ലീൻ ചെയ്ത് സുരക്ഷിതമായിട്ട്. അങ്ങനെയാണ് ഇത് രക്ഷപ്പെടുത്തുന്നത്. അപ്പം ഈ കെട്ട് എന്ന് പറയുന്ന പരമപ്രധാനമാണ്. ഇതുപോലെ തന്നെ കാലയിലും ചോക്കിങ് കാണിച്ചു. കെട്ടിടുന്നത് ഇവിടെയാണെങ്കിൽ കാലിലിടുന്നത് മുട്ടിന് മുകളിലാണ്. മുട്ടിന് മുകളിലാണ് ഇത് ഈ കെട്ടിടുന്നത്. അതിൻ്റെ കാലം അവിടെയും ഉണ്ട്. ടിബിയ ഫിബുല എന്ന് പറയുന്ന 2 എല്ലുകളുണ്ട് കാലിൻ്റെ മുട്ടിന് താഴത്തേക്ക്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം, മലയാറ്റൂരിലെ ആ അച്ഛൻ കപ്പിയാർ കുത്തിയിട്ട് മരിച്ചത് കാഫ് മസിലാണ് കുത്തേറ്റതെന്ന് ഞാനറിയാം. നമ്മൾ ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് വരും. പക്ഷേ ആ മുറിവ് വെച്ച് കെട്ടേണ്ടത് എപ്പോഴും മുട്ടിന് മുകളിൽ ആയിരുന്നു എന്നുള്ളൊരു പെശക് അവിടെ സംഭവിക്കുന്നു. അതിൽ താഴെ മുറിവേറ്റ ഭാഗത്തിട്ട് കെട്ടിക്കൊണ്ടിരുന്ന് ആ ജീവൻ രക്ഷപ്പെടുത്താനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കെട്ടിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പരമപ്രധാനം ആണ്. ഇനി അതല്ലെങ്കിൽ ഗുരുതരമായ ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ പ്രഷർ പോയിൻറ്റ്സ് ഉപയോഗിച്ചിരിക്കണം. ഈ പ്രഷർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം പാലായിൽ കാവുകരൻ പെൺകുട്ടിയെ കൊന്നത് ഞാൻ കണ്ടില്ല. കേസ് കൃത്യമായിട്ട് അവിടെ പോയി സ്റ്റഡി ചെയ്തില്ല, പോസ്റ്റ്മോർട്ടം ഒന്നും റിപ്പോർട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ തോന്നൽ കരോട്ടിഡ് ആർട്ടറി അവൻ മനഃപൂർവ്വം പഠിച്ച് കുത്തി മുറിവേൽപ്പിച്ചതായിരിക്കണം. കരോട്ടിഡ് ആർട്ടറി അത് എൻ്റെ അനുഭവത്തിൽ 1987 ഞാൻ പാലായിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ ഒരറിവുമില്ലാത്ത ഒരു മനുഷ്യൻ ബ്ലേഡ് കൊണ്ട് പെടലിയിൽ ഒരു സ്ഥലത്ത് ഒരാളുടെ ഒരു കോറിലിട്ടു. അയാൾ മരിച്ചുപോയി. ഇയാൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെന്ന് അറിയാൻ നോക്കിയപ്പോൾ മുമ്പൊരു കേസിൽ വളരെ ആക്സിഡൻ്റലായിട്ട് അവിടെ മുറിവേറ്റ ഒരാൾ മരിച്ചതായിട്ട് ഇവനറിയാം. അപ്പോൾ അവനതിൻ്റെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും അവനെ ശാസ്ത്രം മനസ്സിലാക്കി. അതുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം 4 വിരൽ കൂട്ടി ആ മുറിപ്പാടിൻ്റെ ഇവിടെയായിട്ട്, ഇതാണ് പ്രഷർ പോയിന്റ് കടലേറുള്ളത്, ഈ പ്രഷർ പോയിന്റിൽ അമർത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു. കൈയുടെ പ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ ഭാഗത്താണ്, ഈ ബൈസപ്സിൻ്റെ അടിയിലായിട്ടാണ്, ഇവിടെയാണ് പ്രഷർ പോയിന്റ്. ഇതുപോലെ കാലിലും അതിൻ്റെ ഈ തുടയിലുള്ള ഭാഗമാണ് പ്രഷർ പോയിന്റ് വരുന്നത്. 4 വിരൽ കൊടുത്ത് അമർത്തി കൊടുക്കണം. നമുക്ക് ഈ സ്നേഹത്തിൻ്റെ ഈ പരിചരണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ നല്ല ഒരു വിശിഷ്ടമായ അനുഗ്രഹം വേണ്ടി വരും. ഇപ്പം ആ സ്നേഹം കൊടുക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയിൽ ഒരു പട്ടാളക്കാരൻ മരിച്ചുപോയി. ആ പട്ടാളക്കാരൻ വൃദ്ധനായ ഒരു അപ്പനാണുള്ളത്, വേറെ ആരുമില്ല. അപ്പം അവൻ്റെ മരണവിവരം അറിയിക്കാനായിട്ട്, അപ്പനെ അറിയിക്കാനായിട്ട് വേറൊരു പട്ടാളക്കാരനെ നിയോഗിച്ചു. ആ പട്ടാളക്കാരൻ ഹോസ്പിറ്റലിൽ കൂടെ, ഇന്ന ഹോസ്പിറ്റലിൽ ഇയാൾ അഡ്മിറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കൂടെ ഇയാളെ അന്വേഷിച്ച് നടന്നു. അപ്പം ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഒരു മുറി തുറന്നു കിടന്നിരുന്നതിൽ നിന്ന് ഒരു വൃദ്ധൻ കയ്യാട്ടി വിളിച്ച് ഇയാളറിഞ്ഞ് ചെന്നിട്ട് ആ കൈ 2ഉം കൂടെ മുറുക്കെ പിടിച്ചിരുന്നു. വൃദ്ധൻ്റെ കൈയും ഇയാളുടെ കൈയും കൂടെ മുറുക്കെ കെട്ടിപ്പിടിച്ചിരുന്നു. എന്നിട്ട് ഈ കൈ വിടിവിക്കാതെ അവിടെ തന്നെ ഏതാനും മിനിറ്റുകൾ കടന്നുപോയപ്പോൾ നേഴ്സ് കൊണ്ടുവന്ന് ഒരു കസേര ഇട്ടു. ആ കസേരയിൽ ഈ പട്ടാളക്കാരൻ, യൂണിഫോമിലുള്ള ആ പട്ടാളക്കാരൻ ഇരുന്നു. മണിക്കൂറുകൾ ഈ പിടുത്തം വൃദ്ധൻ വിടുന്നില്ല, ഈ പട്ടാളക്കാരനും വിടുന്നില്ല. അവസാനം ഈ വൃദ്ധൻ മരിച്ചു. അത് കഴിഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഈ വൃദ്ധൻ്റെ മകനാണ് പട്ടാളത്തിലുണ്ടായിരുന്ന മരിച്ചു എന്ന് അറിയിക്കാനായിട്ട്. കാരണം ഈ വൃദ്ധൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഗ്രിഗോരി. ഈ ഗ്രിഗോരിയെ അന്വേഷിച്ചാണ് ഈ പട്ടാളക്കാരൻ വന്നത്. പക്ഷെ സ്നേഹത്തിൻ്റെ ആ പരിചരണം കൊടുത്തത് എവിടെയാണ്? തൻ്റെ മകൻ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ വെച്ച് അവിടെ ആ പട്ടാളക്കാരൻ്റെ കൈ പിടിച്ചിട്ട് ആശ്വസിച്ച ആ വൃദ്ധൻ മരിക്കുക. ഇതൊക്കെ കിട്ടുന്ന നിമിഷങ്ങളുണ്ട്, മനുഷ്യന് കിട്ടുന്ന നിമിഷങ്ങൾ. ഇതൊക്കെ ദുർലഭമായിട്ട് കിട്ടുന്ന നിമിഷങ്ങളിൽ ഇത് നമ്മൾ പ്രയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? നമ്മൾ സ്നേഹം കൊടുക്കുക, ആ സ്നേഹം എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം മുറിവുകൾ വെച്ച് കിട്ടുന്നതിൻ്റെ പ്രാധാന്യം കൈകളിലും കാലുകളിലും അതിൻ്റെ പ്രഷർ പോയിൻറ്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇനി ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതിടത്ത് വേറൊരു കാര്യം പറയാം. ആസിഡ് ഫോർ ബി
ആൽക്കലി ഫോർ വാസ്പ്. വാസ്പ് എന്ന് പറഞ്ഞ കുളവിക്ക് ആൽക്കലി. തേനീച്ച കുത്തിയാൽ ആസിഡും ആണ് ഫസ്റ്റ് എയ്ഡ്. അതായത് ആസിഡ് എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ മുറിച്ച് തേച്ചാൽ മതി തേനീച്ച കുത്തിയാൽ. ആൽക്കലി വാസ്പിനെന്ന് കൊടുക്കുന്ന സാധാരണ ഡിറ്റർജൻറ്റ് സോപ്പിട്ട് കഴിയാതെ. ഇനി ബാക്കി എന്ത് കുത്തിയാലും തേള്, പഴുതാര, പേപ്പട്ടി കടിക്കുക, പാമ്പ് കടിക്കുക, എല്ലാത്തിലും ബേസിക് ലൈഫ് സപ്പോർട്ട് ഇത് തന്നെയാണ്. ഈ ആൽക്കലി സോപ്പ് തണുത്ത വെള്ളത്തിൽ, വയറ്റിൽ നിന്ന് ഒലിച്ചു ചേർന്ന വെള്ളത്തിൽ അത് ചേർത്ത് ഇത് കഴുകിക്കൊണ്ടേ ഇരിക്കുക. ഇതാണ് ആ ബേസിക് ലൈഫ് സപ്പോർട്ട് അവിടെ കൊടുക്കുന്നതിൻ്റെ കാര്യം. പാമ്പ് കടിച്ചാൽ ഒരിക്കലും ആ മുറിപ്പാടുകൾ കുത്തി മറിക്കരുത്. ചിലരത് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വിഷം ചിരിച്ചാണെന്ന് പറഞ്ഞ് അവിടെ കീറി വലിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ വളരെ തെറ്റായ നടപടിയാണ്. കാരണം ഇതേത് പാമ്പാ കടിച്ചതെന്നുള്ള കാര്യം ഏതൊരു ഡോക്ടർക്കും കണ്ടാലറിയാം. നമ്മുടെ ഇവിടെയുള്ള വിഷപ്പാമ്പുകളിൽ 2 ഇനം പാമ്പുകളാണ് വിഷപ്പാമ്പായിട്ടുള്ളത്. ഒന്ന് വൈപ്പറുടെ വർഗത്തിൽപ്പെട്ടു, അണലി വർഗത്തിൽപ്പെട്ട ഇത്. അതിൻ്റെ പല്ല് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുത്തിയിറക്കുന്ന 2 മുറിപ്പാടുകളിൽ വട്ടത്തിലിരിക്കുകയില്ല, ഇങ്ങനെ ചെറുതായിട്ട് മുറിഞ്ഞു പോയിരിക്കുന്നതായിട്ട് കാണാം. അപ്പം വൈപ്പർ അണലിയാണ് കടിച്ചിരിക്കുന്നതെന്ന് ആ മുറി കണ്ടാൽ അറിയാം. മറ്റേത് മൂർഖൻ്റെയും വെള്ളിക്കെട്ടൻ്റെയും ഒക്കെ ഡയറക്റ്റ് ഹിറ്റാണ്. ഇങ്ങനെ വരുമ്പം ആ 2 തുളയും വളരെ കൃത്യമായിട്ട് ബ്ലീഡ് ചെയ്യുന്നത് കാണാം. അതുകൊണ്ടാണ് അവിടെ കുത്തി മുറിയേൽപ്പിക്കരുതെന്ന് പറഞ്ഞതിന് കാരണം ഇതിനൊക്കെ ആൻറ്റിവെനം ഉണ്ട്. ആൻറ്റിവെനം ഇപ്പം ഏറ്റവും പുതിയതായിട്ട് മിക്സഡ് ആൻറ്റിവെനം ഉണ്ട്. ഏത് പാമ്പാണെങ്കിലും ഈ ആൻറ്റിവെനം, മിക്സഡ് ആൻറ്റിവെനം ഉപയോഗിക്കാം. പക്ഷേ ഇത് മുറിവേൽപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ആൻറ്റിവെനം ഉപയോഗിക്കാം. കുതിരയിൽ നിന്നാണ് ഈ ആൻറ്റിവെനം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും പരിഭ്രാന്തരാക്കരുത്. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് കണ്ടാലറിയാം വിഷമില്ലാത്ത പാമ്പാണ് എന്ന് പറഞ്ഞ് കോലിയാണ്, പച്ചളപ്പാമ്പാണ്, ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിപ്പിക്കാം. അയാൾ വിഷമിച്ചാൽ, മാനസിക വിഭ്രാന്തി വരുമ്പോൾ സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് ഈ വിഷം അണലി കടിച്ചാൽ രക്തത്തെയും, മൂർഖനും വെള്ളിക്കെട്ടനും കടിച്ചാൽ നെർവസ് സിസ്റ്റത്തെയുമാണ് ബാധിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത് തലച്ചോറിലെത്തും, എല്ലാം തകരാറിലാക്കും, സഫോക്കേഷൻ ഉണ്ടാകും, ആൾ മരിക്കും. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന പരിചരണമെല്ലാം വളരെ കൃത്യമായ തോതിൽ നമ്മൾ പഠിച്ച് നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. ഈ കുടിക്കുന്ന ഡിറ്റർജൻറ്റ് സോപ്പാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ആൽക്കലി എന്ന് ഇവിടെ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ അങ്ങനെ ഒന്നാണോ തരി ലിഫ്റ്റിങ്ങിൻ്റെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് കാണിച്ചു തരികയാണ്. അതായത് പാടത്താണ് വീണ് കിടക്കുന്ന ഒരാളെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവള് തടിച്ചാണ്. എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. ഇങ്ങനെ ഈ അവയ്ക്ക് ഇടയിൽ കൂടെ കൈ കടത്തി ഈ കാല് പൊക്കി തോളത്തോട്ടിടുകയാണ് ആളെ. 24 വയസ്സായി, അല്ലെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്ത് കാണിക്കാമായിരുന്നു. കൈ എടുത്ത് വെച്ച് കവക്കടയിൽ കൂടെ ഈ കൈ കടത്തി എടുത്ത് തോളത്തിട്ട് നടന്നു വരിക. നട്ടലിനൊന്നും ഒരു ക്ഷതവും ഏക്കാതെ ദൈവനിയോഗത്താൽ ആ ആളെ പാടത്തുനിന്ന് ഒറ്റ വരുമ്പത്തൂടെ നടന്ന് കൃത്യസ്ഥലത്തെത്തിക്കാൻ പറ്റും. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കാര്യം, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കൊട്ടയ്ക്കകത്ത് കുലുക്കി നിറച്ച ദൈവം നമുക്ക് തരും. സകല കറകളും കഴുകിപ്പോകും. ഈ പാപങ്ങൾക്കൊക്കെ കടമുണ്ട് എന്നും കൂടെ നോക്കണം. കൈക്കൂലി വാങ്ങിച്ചു പോയി കുമ്പസാരിച്ചാൽ അത് പുറത്ത് പോകത്തില്ല, അതിൻ്റെ കടം പോകത്തില്ല. അതിൻ്റെ കടം തീർക്കണം എന്നുണ്ടെങ്കിൽ പരിചരണം കൊണ്ടോ അല്ലെങ്കിൽ കൊടുത്തോ കിട്ടാവൂ. സക്കേബൂസ് ആണെങ്കിലോ സിക്കമ്പൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു, കർത്താവ് വരുന്നതാണ്, താഴെ ഇറങ്ങി വരാൻ പറഞ്ഞാൽ താഴെ ഇറങ്ങി ദൈവത്ത് ഞാൻ എല്ലാം 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുവെന്ന് പറഞ്ഞു. കുറേ പണം, മറ്റുള്ളവൻ്റെ പണമെല്ലാം കൂടെ കീശയിലാക്കിയിട്ട് കുമ്പസാരിച്ചാൽ അതിൻ്റെ കടങ്ങളൊന്നും പോകുന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ കടം പോകുന്നത് മറ്റുള്ളവർ കൊടുക്കുന്ന ശുശ്രൂഷ വഴി അതിൻ്റെ കടം പോകും, മറ്റുള്ളവർ കൊടുക്കുന്ന പരിചരണം കൊണ്ട് ആ കടകൾ പോകും. അതുകൊണ്ട്
എന്ത് പാപങ്ങൾ, കഠിനമായ പാപങ്ങൾ, ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഗതമായിട്ട് ഒരാളെ അധിക്ഷേപിച്ച് സ്വഭാവ ഹത്യ നടത്തുന്നത് സാധാരണ പതിവുള്ള സ്വഭാവ ഹത്യ നടത്തുന്നത് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്. അങ്ങനെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള നല്ല പ്രവൃത്തികളെ ചെയ്ത് ആ പാപക്കറകൾ, ആ കടങ്ങൾ നീക്കിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛനോട് ചെന്ന് കുമ്പസാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഈ രക്ഷപ്പെട്ടു പോകുമെന്നും ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് ഈ കടങ്ങൾ തീരാനുള്ള പ്രവൃത്തികളാണ് ഞാനിവിടെ അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പ്രായം 74 ആയതുകൊണ്ട് എല്ലാം നിങ്ങളെ പഠിപ്പിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നതെല്ലാം കുറേയധികം പ്രിപ്പയർ ചെയ്തു. എൻ്റെ ഓർമ്മയിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് മടി കൂടാതെ നന്മ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. നമ്മൾ നോയമ്പ് വന്നു, ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും കഴിക്കുന്നില്ല. അതാണോ യഥാർത്ഥത്തിൽ നോയമ്പ് എന്നുള്ള കാര്യം യേശയ്യ 58 പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പോലെ വളഞ്ഞ് ചാരം പൂശിയിരിക്കുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. കഷ്ടതകളുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. കരയുന്നവനെ ആശ്വസിപ്പിക്കണം, അവനതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്താൽ അതേ ദുഷ്ടപ്രവൃത്തി തന്നെ അവരും ചെയ്യാണ് എന്നും കൂടെ ഓർക്കണം. അതുകൊണ്ട് അതിന് പരിഹാര മാർഗങ്ങൾ ശരിയായി പഠിച്ച് നന്മ ചെയ്യുക എന്നുള്ള ഒരു അധ്യായം ഞാൻ ഇവിടെ കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. മടി കൂടാതെ നന്മ ചെയ്യുക, പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശരീരവും മനസ്സും ധനവും വെറും ദാനമായി കിട്ടിയതാണ്. ഈ ദാനമായി കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ദൈവം തിരിച്ചെടുക്കും, ആത്മാവിൻ്റെ രക്ഷയും ഉണ്ടാവുകയില്ല. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി, അലോക ദൃഢഗാത്രനായിരുന്നു. 33-ാം വയസ്സിൽ ലോകം ഇന്ത്യയിലേക്ക് കടന്നു വന്നു, ലോകം മുഴുവൻ കീഴടക്കി, അലോക ദൃഢഗാത്രൻ. പക്ഷെ വെറും വൈറസ് പിടിച്ചു. വൈറൽ അറ്റാക്കിൽ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. എൻ്റെ ശവശരീരം ഇവിടെ നിന്ന് ശ്മശാനം വരെ ചുമക്കുന്നത് എന്നെ ചികിത്സിച്ച വിജുബലന്മാരായിരിക്കണം. വീതിയിലെങ്ങും ഞാൻ വെട്ടിപ്പിടിച്ച് സമ്പാദിച്ച സ്വർണവും രത്നവും വെതറിയിടണം. ശവമഞ്ചത്തിന് വെളിയിലേക്ക് എൻ്റെ 2 കൈകളും തുറന്നിടണം. ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന് കാണിക്കാൻ. ഞാൻ സമ്പാദിച്ച സ്വർണവും രത്നവും ഒക്കെ ചവിട്ടി വെതിക്കപ്പെടാനല്ലാതെ ഒന്നിനും ഉപകരിക്കുന്നില്ലെന്ന് കാണിക്കാൻ. ഒരു വിഷഗ്വരനും ലോകത്തൊരാളുടെയും ജീവൻ പൂർണ്ണമായിട്ട് നിലനിർത്താൻ സാധിച്ചു എന്ന് വരത്തില്ലെന്ന് കാണിക്കും. ഇതുപോലെ സംഭവിക്കാതിരിക്കാനായിട്ട് ഇന്ന് പറഞ്ഞതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അതിനുശേഷം 2ാമത്തെ ചാപ്റ്റർ ഇനി അടുത്ത ദിവസം തുടങ്ങുന്നതായിരിക്കും. 2ാമത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം, അടിയുറച്ച ദൈവവിശ്വാസവും വിശ്വസ്തതയും. ഇത് ശാസ്ത്രീയമായി തെളിയിക്കുന്ന കാര്യമാണ്. ആ ശാസ്ത്രീയമായി തെളിയിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും.